എല്ലാവർക്കും മൾക്കേക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചൂടിൻ്റെ വെയിലിലേക്ക് അടയ്ക്കുന്ന ഒരു ബ്രേക്കിന് വേണ്ടി നമ്മൾ ഇന്ന് പോകുന്നത് പുള്ളിക്കാനത്തൈയാണ്. തൊടുപുഴ മുട്ടംകൂടി കാഞ്ഞാർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരു തുള്ളി വെള്ളമില്ല. നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ മഴക്കാലത്ത് ഞാൻ വാഗോൺ പോയേക്കുന്ന ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഈ ഒരു സ്ഥലത്തിന് മഴക്കാലത്ത് വരുന്ന മാറ്റവും ഇപ്പോൾ നിലവിൽ ഈ വരണ്ട സമയത്തും ഉള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും. ഒരാളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇനി മുതലുള്ള എല്ലാ യാത്രകളിലും ഇയാളും കൂടെ ഉണ്ടാവും. ആരാണെന്നറിയണ്ടേ? അത് മഴയുള്ളപ്പോൾ, ഇത് മഴയില്ലാത്തപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചുറ്റോടെ മുഴുവൻ കരിഞ്ഞ് വരണ്ട് ഉണങ്ങി അല്ലേ, കത്തി നശിച്ച് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. 2 ആഴ്ച മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ തീ പിടിച്ചേക്ക് പറഞ്ഞു. അത് തീ ഇട്ടതാണോ അതോ തന്നെ തീ പിടിച്ചതാണോ അത് നമുക്കറിയാൻ പാടില്ല. എന്താണല്ലോ അതിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ എസ് വളവിൽ എത്തി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലിയർ കാലാവസ്ഥയാണിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇല്ലിക്കക്കല്ലും ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് നല്ല ക്ലിയർ ആയിട്ട് നമുക്കിന്ന് കാണാം. അങ്ങോട്ട് പോകത്തില്ല ചേട്ടാ. അയ്യോ, അതിനാറ്റി ഇവിടെ താഴെ നല്ലൊരു സീനറി ഇല്ലേ? അങ്ങ് താഴെ ഏതാ? അതേതാ വഴി? ആ ഹാ ആ, ഈ താഴത്തോടെ ആ ഹാ ആ, അതിൽ കയറിയാൽ മതി. ആ ഹാ ശരി. ആ ആ പോവാ. ആ അവിടെ എത്തും അല്ലേ? ആ ഓക്കെ ഓക്കെ ശരി. എന്താ ഞാൻ തൊഴുപുഴ. ആ ഞാൻ ഇവിടെ ഒക്കെ വന്നോണ്ടിരുന്ന ഫോട്ടോ എടുക്കാനൊക്കെ. ഓ ഹോ ഹോ. ആ ഓ ഹോ ഹോ. കഴിഞ്ഞ സമയം ഇപ്പം ഞാൻ ഗേറ്റ് കണ്ടു. ഞാനോർത്ത് ഇനി വൈകിട്ട് വല്ല അടച്ചിടുന്ന വല്ല ആണോന്ന് ഓർത്ത്. അതെ അല്ലേ? ഓ ഹോ ഹോ. ഓക്കെ ശരി ചേട്ടാ, താങ്ക്സ്. ഓക്കെ ശരിയെന്നാ.
ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഞാൻ, ചേട്ടൻ, അനുജ്, ഡാഡി പിന്നെ നമ്മുടെ ജോർഡനും കൂടെ നമ്മൾ തൊട്ട് മുമ്പ് മേളിൽ കണ്ട വഴിയിലൂടെ പോയിരുന്നു. അന്ന് ആ വഴി ഞങ്ങളെ എത്തിച്ചതൊരു മനോഹരമായൊരു കാഴ്ചയിലേക്കാണ്. ആ കാഴ്ച, ആ സ്ഥലത്ത് വീണ്ടും എത്തിച്ചേരാനാണ് ഇന്നത്തെ യാത്ര. വഴികൾ 2-3 പിരിഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ സ്ഥലത്തേക്കുള്ള വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതുമില്ല. ആ തീരത്തോട്ടത്തിലൂടെ വഴി അന്വേഷിച്ച് സമയം പോലും ഞാൻ അറിഞ്ഞതേയില്ല. ഇനിയും താമസിച്ച ഷൂട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഡേ ലൈറ്റ് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഉള്ള നേരത്തെ ആ വഴി നമുക്ക് കണ്ടുപിടിക്കണം. Time to say goodbye. പാടാർന്നായിരിക്കും. ഡ്രോണിൽ കുറച്ച് ഷോട്ട്സ് എടുത്ത് ഞാൻ ഇരുന്നപ്പോഴത്തേക്കും സമയം 6 മണി കഴിഞ്ഞു. ഇനി നിന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനോ നമുക്ക് ഷൂട്ട് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു. നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നല്ല വ്യൂവും നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് മറ്റൊരു ശബ്ദമോ ആളുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോയാണിത്. അന്ന് മഴക്കാലമായിരുന്നു. നല്ല കോടയും വെള്ളവും ഒക്കെയായി ഈ സ്ഥലം വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയാൽ കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് ദി ഔൾ ഗീക്ക് സൈനിങ് ഓഫ്.